തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവര് പറഞ്ഞല്ലേ, നീ ശ്രദ്ധിച്ചില്ല, ഞാൻ ചോദിച്ചത്. തെർമോഡൈനാമിക് പ്രോസസ്. എടാ ഇപ്പൊ ഇവര് പറഞ്ഞത് തെർമോഡൈനാമിക് പ്രോസസ് അല്ലേ? അത് പറയണ്ടേ കറക്റ്റ് ആയിട്ട്. നീ എന്താ പറഞ്ഞത്? ഹീറ്റിന്റെ ഫ്ലോയാ. ഓക്കെ, അപ്പൊ എന്താ പറയാ, അറിയാത്ത വിമലൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്തെടുത്തോട്ടെ. ഇത് കഴിഞ്ഞ ക്ലാസ് ഞാൻ ഓൾറെഡി നോട്ട് പറഞ്ഞു പോയതാ. തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ദർ ഇസ് സം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് വോളിയം. അതില് നമ്മൾ പല ടൈപ്പ് തെർമോഡൈനാമിക് പ്രോസസ് പഠിക്കുന്നുണ്ട്. എന്തെന്നാ എക്സ്പ്ലെയിൻ ചെയ്ത? ടെമ്പറേച്ചറിന് ചേഞ്ച് വരാ, പ്രഷറിന് ചേഞ്ച് വരാ, വോളിയത്തിന് ചേഞ്ച് വരാ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്ന ഒരു പ്രോസസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്തായിരുന്നു ആ പ്രോസസിന്റെ പേര്? ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഐസോതെർമൽ പ്രോസസ്. വാട്ട് ഈസ് ഐസോതെർമൽ പ്രോസസ്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താ പറഞ്ഞെന്ന് പറഞ്ഞേ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുക. ഒരു ഫിസിക്കൽ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഐസോതെർമൽ പ്രോസസ്. അത് എഴുതിയിട്ടുണ്ടോ? സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ടോ ഐസോതെർമൽ പ്രോസസിന്റെ? എഴുതിയിട്ടുണ്ടോ? ഒന്ന് വായിച്ച് എന്താ എഴുതിയേക്കുന്നത്? If a thermodynamic system undergo physical change in which temperature remain constant throughout the process, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഐസോതെർമൽ പ്രോസസ് എന്ന് പറയാ. ഇക്വേഷൻ പഠിച്ചത് എന്താ? PV equal to nRT, PV equal to constant. ഇതാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത്. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? അപ്പൊ ഇനി തൽക്കാലം കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവരായാലും ഇവിടെ തൊട്ട് ശ്രദ്ധിച്ചാൽ മതി. തെർമോഡൈനാമിക് പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പ്രോസസ് ആണ്, കുറെ പ്രോസസ് ഉണ്ട്. സൗണ്ട് ഇവിടെ നല്ലല്ല. ഐസോതെർമൽ പ്രോസസ് ഉണ്ട്, അഡിയബാറ്റിക് പ്രോസസ് ഉണ്ട്, ഐസോകോറിക് ഉണ്ട്, ഐസോബാറിക് ഉണ്ട്, സൈക്ലിക് പ്രോസസ് ഉണ്ട്, ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ഉണ്ട്. ഇങ്ങനെ കുറെ പ്രോസസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് പ്രോസസ് ആണ്. പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം സിമ്പിളാ. ജസ്റ്റ് നമ്മള് ഡെറിവേഷൻ ആയാലും ജസ്റ്റ് മനസ്സിലാക്കി വെക്കാവുന്ന മാത്രമേ ഉള്ളൂ. ഐസോതെർമൽ പ്രോസസ് ആണ് ഫസ്റ്റ് പഠിക്കുന്നത്. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ച് വെക്കുക, എന്താ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരാ? എന്താ കോൺസ്റ്റന്റ് ആയിട്ട് വരാ ഐസോതെർമൽ പ്രോസസ്സിൽ? ആ ടെമ്പറേച്ചർ ആയിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് വരാം. ഓക്കെ, ഇക്വേഷൻ എന്താ വരാ? PV equal to constant. ഇത്ര മാത്രം ഒന്ന് ഇല്ലാത്തവരൊന്ന് എഴുതി വെച്ചത്. ബാക്കിയുള്ളവർ എഴുതിയതാ, എഴുതി വെക്ക്. വിമല എഴുത്. ഓക്കെ, ഐസോതെർമൽ പ്രോസസ്. ഇനി അടുത്തത് വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ്. അതാണ് നോക്കാൻ പോകുന്നത്. വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ്. വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ്. അപ്പൊ ഐസോതെർമൽ പ്രോസസിന്റെ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. PV equal to constant. ഇനി വർക്ക് ഡൺ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മളൊരു 1 mol ഗ്യാസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. അതിന്റെ പ്രഷർ P, ടെമ്പറേച്ചർ എന്തായിരിക്കും ഐസോതെർമൽ പ്രോസസ് ആണ് നടക്കുന്നതെങ്കിൽ? കോൺസ്റ്റന്റ്. പിന്നെ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ് ആണ്. അപ്പൊ വർക്ക് ഡൺ നടക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പൊ ഒരു പർട്ടിക്കുലർ വോളിയം ഉണ്ടെങ്കിൽ ആ വോളിയത്തിന് എന്ത് സംഭവിക്കും? ചേഞ്ച് ഉണ്ടാവും. അപ്പൊ നമുക്ക് പ്രഷർ ഈ ഒരു 1 mol ഗ്യാസ് എടുക്കണമെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, പ്രഷർ P ആയിട്ട് എടുത്ത്, പിന്നെ വോളിയത്തിന്റെ ചേഞ്ച് ഫ്രം V1 to V2 ആയിട്ട് എടുത്ത്. നമുക്ക് വേണ്ടത് വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ് ആണ്. ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചേ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡെൽറ്റ Q equal to ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W. അത് നമ്മൾ പഠിച്ചു. അപ്പൊ ഡെൽറ്റ W ഈക്വൽ ടു നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടില്ലേ? P ഡെൽറ്റ V എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. P ഡെൽറ്റ V. ഓക്കെ, അപ്പൊ നമ്മള് ഇത് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ നമ്മളിപ്പോ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റത്തിൽ ഐസോതെർമൽ പ്രോസസ് ആണ് നടക്കുന്നത്. വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ്. അപ്പൊ നമ്മള് എന്താ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ വർക്ക് ഡൺ കൺസിഡർ ചെയ്യാം. നമ്മളൊരു ചെറിയ വർക്ക് ഡൺ ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ DW ഈക്വൽ ടു PdV. PdV അവിടെ നിന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ ഞാൻ എഴുതിയ ഇക്വേഷൻ ഇല്ലേ? ഡെൽറ്റ W ഈക്വൽ ടു P ഡെൽറ്റ V. അവിടെ നിന്നാണ് നമ്മൾ PdV എഴുതിയേക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് ഡൺ ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ചെറിയ വർക്ക് ഡൺ ആണ് കൺസിഡർ ചെയ്തത്. ഇനി ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് DW ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് PdV ഫ്രം ചേഞ്ച് ഇൻ വോളിയം എവിടെ തൊട്ട് എവിടെ വരെ? V1 to V2. ഓക്കെ, ഈ സ്റ്റെപ്പ് ഒന്ന് ആലോചിച്ച് വെക്കാം. ഇവിടെ തൊട്ട് ഒന്ന് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി സ്റ്റെപ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഐസോതെർമൽ പ്രോസസ് ആലോചിക്കുമ്പോ തന്നെ ഓ ശ്രദ്ധിച്ചില്ല, മഴ ടോപ്പിക്കാന്ന് പറഞ്ഞു. നന്നായി പറയാം.
കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്ത ഐസോതെർമൽ പ്രോസസ് എന്താണെന്നാ പറഞ്ഞത്? ഐസോതെർമൽ പ്രോസസ് പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇന്നിപ്പോ പഠിക്കുന്നത് വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ്. അല്ലെ ഡെറിവേഷൻ ഞാൻ ഒന്നുകൂടെ പറയൂലല്ലോ. വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളൊരു 1 മോൾ ഗ്യാസ് കൺസിഡർ ചെയ്തു. അതിന്റെ പ്രഷർ പി ആണ്. ടെമ്പറേച്ചർ എന്തായിരിക്കും അവിടെ? കോൺസ്റ്റന്റ് ആയിരിക്കും. വോളിയത്തിന് വർക്ക് ഡൺ കൊടുത്തു കഴിയുമ്പോൾ ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്യാസിലേക്ക് നമ്മൾ വർക്ക് ഡൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ വോളിയത്തിന് എന്ത് വരും? ചേഞ്ച് ഇൻ വോളിയം ഉണ്ടാവും. V1 to V2. ഇനി വർക്ക് ഡൺ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ചെറിയ വർക്ക് ഡൺ ആണ് കൺസിഡർ ചെയ്യുക. DW ഈക്വൽ ടു PdV. ഇനി ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ്സോ ടോട്ടൽ വർക്ക് ഡൺ ആണ് വേണ്ടത്. ഇന്റഗ്രൽ ഓഫ് DW ഈക്വൽ ടു integrating from V1 to V2 PdV. DW integral of DW എന്ന് പറഞ്ഞാൽ എന്തായി? W equal to ഓക്കെ ശ്രദ്ധിച്ചേ. ഇന്റഗ്രൽ ഓഫ് DW ഈക്വൽ ടു W. പിന്നെ എന്ത് ചെയ്യാ? ഫ്രം V1 to V2 പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. PV ഈക്വൽ ടു എന്താ പഠിച്ചേ? RT. അപ്പൊ P ഈക്വൽ ടു RT ബൈ V എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. പിയുടെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. RT ബൈ V dV. ഓക്കെ, ഇത്ര ഒന്ന് എഴുതി പോയിക്കേ. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കാണാൻ പറ്റുമോ നോക്കിയോളെ. ഇവിടെ വരെ നോക്കിക്കേ, അതിൽ നോക്കിക്കേ. പറ്റില്ല. ഇവിടെ വരെ വരും. ഇവിടെ വരെ പറ്റൂലല്ലേ? ശ്രദ്ധിക്ക്, കുഴപ്പമില്ലല്ലോ. ഓക്കെ മതി. ഇവിടെ കാണുമല്ലോ. നോക്കിക്കേ. ഇനി RT വിത്ത് റെസ്പെക്ട്. ശ്രദ്ധിച്ചേ, ഒരു മിനിറ്റ്. വിത്ത് റെസ്പെക്ട് എഴുതല്ലേ. ഇവിടെ വരെ കാണുമെങ്കിൽ കുഴപ്പമില്ല. ഒരു സ്റ്റെപ്പ് കൂടെ പറഞ്ഞു പോകാം. വിത്ത് റെസ്പെക്ട് ടു DV ആണ്. അപ്പൊ ഏത് ടേമിനെ മാത്രമായിരിക്കും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരിക? സയോൺ പറഞ്ഞ ഓർക്കം വരുന്നുണ്ട്, പറയും. വിത്ത് റെസ്പെക്ട് ടു DV ആണ്. അപ്പൊ ഏത് ടേമിനെ മാത്രമാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുക? D ആ. എടാ, വിത്ത് റെസ്പെക്ട് ടു DV എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ? X dx എന്ന് പറയുമ്പോഴത്തേക്ക് ഏതിനെ മാത്രമായിരിക്കും ഇന്റഗ്രേറ്റ് ചെയ്യുക? എക്സിനെ മാത്രമല്ലേ ചെയ്യുള്ളൂ. അതുപോലെ വിത്ത് റെസ്പെക്ട് ടു DV ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഏത് ടേമിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി? വിനെ മാത്രം ചെയ്താൽ മതി. അപ്പൊ RT എന്തായി? കോൺസ്റ്റന്റ് ആയി. അപ്പൊ ഇന്റഗ്രൽ ഓഫ് 1 ബൈ വി. ഇന്റഗ്രൽ ഓഫ് 1 ബൈ വി മാത്സിൽ ഇപ്പൊ പഠിച്ചിട്ടുണ്ടാവും. ലിമിറ്റ്സ് ഒക്കെ ആയതല്ലേ? പഠിച്ചിട്ടില്ല? ഇന്റഗ്രൽ ഓഫ് 1 ബൈ വി. ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് പഠിച്ചിട്ടുണ്ടോ? ലോഗ് എക്സ് ആലോചിച്ച് വെച്ചേക്കാം. ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് ഈക്വൽ ടു ലോഗ് എക്സ്. ഇതും ആലോചിച്ചു. ഇത് പഠിച്ചു വെച്ചേക്കണോട്ടെ. കിട്ടാത്തതൊക്കെ പഠിച്ചു പോയേക്കണേ. ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് എന്താ? ലോഗ് എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് 1 ബൈ വി എന്ന് പറയുമ്പോൾ എന്ത് വരും? ലോഗ് വി. V1 to V2 എന്താടാ? സംസാരിക്കല്ലേ. RT ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എന്താ ചെയ്യാ? ആദ്യം കൊടുക്കേണ്ട ഏതാ? ആദ്യം കൊടുക്കേണ്ട ലിമിറ്റ് ഏതാ? അപ്പർ ലിമിറ്റ് V2. അപ്പൊ ലോഗ് V2 മൈനസ് ലോഗ് V1. കുഴപ്പമില്ല. ഇനി ഇതൊന്ന് നോക്കിക്കേ. ലോഗ് എ മൈനസ് ലോഗ് ബി എന്താ? ലോഗ് എ മൈനസ് ലോഗ് ബി ഇതൊന്നും പഠിച്ചിട്ടില്ല. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗ് എ ബൈ ലോഗ് ബി. ഇതൊക്കെ ആലോചിച്ച് വെക്കുക. ഇതൊക്കെ മാത്സിൽ പഠിക്കേണ്ടതാ. പക്ഷെ ഈ പോർഷൻസ് നമുക്ക് നേരത്തെ പഠിക്കണം. അതുകൊണ്ട് നിവർത്തിയില്ല. ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് എന്ന് പറഞ്ഞാല് ലോഗ് എക്സ്. അതുപോലെ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗ് എ ബൈ ലോഗ് ബി.
RT log V2 by V1. കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടോ? ലോഗ് ടു ദ ബേസ് അങ്ങനെയായിരിക്കും പഠിപ്പിച്ചേക്കുന്നത്. അപ്പൊ ചിലപ്പോ ഒരു 2.303 അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? W ഈക്വൽ ടു അതേ സെയിം ഇക്വേഷൻ തന്നെ. ലോഗ് ടു ദ ബേസ് എടുത്ത് നമ്മൾ എഴുതി വരുമ്പോ അതെ 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 അത് തന്നെ. അപ്പൊ നമ്മൾ ലോഗ് ടു ദ ബേസ് ഇക്വേഷൻ എടുത്ത് എഴുതി വരുമ്പോ നമുക്ക് ഫൈനലി W ഈക്വൽ ടു 2.303 RT log V2 by V1 അങ്ങനെ കിട്ടും. അത് തന്നെ സെയിം ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ അതെങ്ങനെ വന്നു എന്നാ? അതൊക്കെ സ്റ്റാൻഡേർഡ് അല്ലേ? സ്റ്റാൻഡേർഡ് ആയിട്ടല്ല, അത് ഡെറിവേഷനാണ്. മാത്സിലില്ലേ? ഡെറിവേഷൻ ചിലപ്പോ അതില്ലേ, നമുക്ക് മാത്സ് എടുക്കണതിന് മുമ്പാണല്ലോ ചാപ്റ്റർ കയറി വന്നത്, അതുകൊണ്ട് പറഞ്ഞതായിരിക്കും. അത് മാത്സിലാണ് വരേണ്ടത്. വേഗം എഴുത്. വേഗം എഴുതി വെക്കാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കഴിഞ്ഞ എടാ കാണാൻ പറ്റുന്നുണ്ടോ ബോർഡ് ക്ലിയർ ആയിട്ട്? അവന്തിക, സാം, അജയ് ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്ത ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? വെയിലടിക്കുമ്പോ കാണുന്നില്ല അല്ലേ? എവിടെയെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ പറയട്ടെ, ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുതരാം, ഏതാ പോയേക്കണെന്ന് പറഞ്ഞുതരാം. എടാ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കാണുമോ നോക്കിയാ? ലൈറ്റ് ഇട്ടാ ശരിയാവില്ലല്ലേ? ശ്രദ്ധിക്ക് ശ്രദ്ധിക്ക്, 6:25 വിടണമെങ്കിൽ വേറെ ശ്രദ്ധിക്ക്. ഞാൻ കേട്ടായിരുന്നു ഡയറക്റ്റ്, കേട്ട്. അതെനിക്കറിയാലോ. നന്ദന ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ ഒരു പ്രാവശ്യം. കുഴപ്പമില്ലടാ, കുഴപ്പമില്ല. അതെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് പൊക്കോളും. എന്നെ കാണാമല്ലോ. ഓക്കെ, ശ്രദ്ധിക്ക് ശ്രദ്ധിക്ക്. കഴിഞ്ഞല്ല, എഴുതി കഴിഞ്ഞാ? വിമല അടുത്ത ക്ലാസ് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇരുന്നോട്ടല്ലോ, ഉറക്കം വരും നിനക്ക്. ഓക്കെ, ശ്രദ്ധിച്ചേ. വർക്ക് ഡൺ ഡ്യൂറിങ്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ഡൺ ഡ്യൂറിങ് അഡിയബാറ്റിക് പ്രോസസ് എടുക്കും, അതിന്റെ ഡെറിവേഷനും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരെ ഞാൻ വിളിക്കും, ബോർഡിൽ വന്ന് എഴുതണം. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോ. പോർഷൻ എടുത്ത് ഞാൻ പോവില്ല, അത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പോർഷനിലേക്ക് പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നു. വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ് ഡെറിവേഷൻ. ഹരി ശ്രദ്ധിച്ചേ.
ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കുഴപ്പമുണ്ടാവില്ല, അല്ലെങ്കിൽ അടുത്ത ബോർഡിൽ വിളിച്ച് എഴുതുമ്പോഴത്തേക്കും തെറ്റാൻ ചാൻസ് ഉണ്ട്. വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ്. അപ്പൊ തന്നെ ഐസോതെർമൽ പ്രോസസിന്റെ ഇക്വേഷൻ ഒന്ന് ആലോചിച്ച് വെക്കുക. ഇക്വേഷൻ എന്താ? പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ്. അതൊന്ന് ആലോചിച്ച് വെക്കുക. പിന്നെ വർക്ക് ഡൺ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. വർക്ക് ഡൺ മീൻസ് അപ്പൊ എന്താ ചെയ്യാ? ഒരു 1 മോൾ ഓഫ് ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്തു, അതിന്റെ പ്രഷർ പി ആണ്. ടെമ്പറേച്ചർ എന്തായിരിക്കും? ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, ടി കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ വർക്ക് ഡൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സിസ്റ്റത്തിനുള്ള വോളിയം എന്താവാൻ തുടങ്ങും? വോളിയത്തിന് ഒരു ചേഞ്ച് വരും. ഇപ്പൊ V1 ആണെങ്കിൽ നമ്മൾ വർക്ക് ഡൺ ആയി കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രഷർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വോളിയത്തിന് എന്ത് സംഭവിക്കും? ചേഞ്ച് ഉണ്ടാവും. വോളിയം എവിടെ നിന്ന് എങ്ങോട്ട് ചേഞ്ച് ആവും? V1 ആണെങ്കിൽ V1 നിന്ന് V2 ചേഞ്ച് ആവും. നമുക്ക് ഈ പ്രോസസ്സ് നടക്കുമ്പോൾ, പ്രോസസ്സ് ആലോചിച്ച്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഐസോതെർമൽ പ്രോസസ്സിന്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പറയാം നമുക്ക്? ബോയിലിംഗ് നമുക്ക് പറയാം. ഇപ്പൊ വെള്ളം തിളക്കുമ്പോ എന്താ സംഭവിക്കുക? അവിടെ എന്താ പ്രോസസ്സിൽ എന്താ സംഭവിക്കുക? വിമൽ ശ്രദ്ധിച്ചേടാ, ഒന്ന് വിളിച്ചേ. ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ്സിന് ഒരു എക്സാമ്പിൾ എന്താ? വാട്ടർ ബോയിൽ ചെയ്യുക. വെള്ളം തിളക്കുമ്പോ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ പ്രോസസ്സിൽ എന്താ സംഭവിക്കുക? അവിടെ എങ്ങനെയാ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്നത്? എപ്പോഴാണ് വാട്ടർ ബോയിൽ ആവുന്നത്? 100 ഡിഗ്രി സെൽഷ്യസ്. അതായത് എല്ലാ മോളിക്യൂൾസിനും ആ ടെമ്പറേച്ചർ കിട്ടിക്കഴിയുമ്പോഴത്തേക്കുമാണ് എന്ത് സംഭവിക്കുക? ബോയിലിംഗ് നടക്കുന്നത്, അല്ലെ? അല്ലാതെ നമ്മളിപ്പോ വെള്ളം കൊണ്ട് തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ പെട്ടെന്ന് തന്നെ തിളക്കോ? ഇല്ല. ഫസ്റ്റ് തന്നെ ഓരോ മോളിക്യൂൾസിലേക്കും ആദ്യം തന്നെ ചൂടുണ്ടാവണം എന്നില്ല. നമ്മൾ വെച്ച ഉടനെ തന്നെ ചൂടുണ്ടാവോ? പക്ഷെ പയ്യെ ചൂടായി തിളച്ചു വരുന്നത്. അപ്പൊ ആ തിളക്കുന്ന ടൈമിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ പാർട്ടിക്കിൾസിന്റെയും ടെമ്പറേച്ചർ എങ്ങനെയാവും? കോൺസ്റ്റന്റ് ആവും, സെയിം ആവും. ആ പ്രോസസ് അല്ലേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്. ഐസോതെർമൽ പ്രോസസിന്റെ ഡെഫിനേഷൻ ഒന്ന് വായിച്ചേ. If a system undergo physical change in which temperature remain constant throughout the process, temperature constant ആവും. അപ്പൊ ബോയിൽ ചെയ്യുന്ന ആ ടൈമില് ആ ഒരു മോളിക്യൂൾസിന്റെ എല്ലാ, അല്ലെങ്കിൽ ആ ഒരു എല്ലാ പാർട്ടിക്കിൾസിന്റെ ടെമ്പറേച്ചർ എങ്ങനെയായിട്ട് വരും? കോൺസ്റ്റന്റ് ആയിട്ട് വരും. ആ പ്രോസസ് ആണ് നടക്കുക. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ നടക്കുന്ന വർക്ക് ഡൺ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കുക. അപ്പൊ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു ചെറിയ വർക്ക് ഡൺ കൺസിഡർ ചെയ്യണേ. അപ്പൊ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പി ഡെൽറ്റ വി. അപ്പൊ ഞാൻ ഡി ഡബ്ല്യു ഈക്വൽ ടു എനിക്ക് എങ്ങനെ എടുക്കാം? പി ഡി വി എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എഴുതി വെച്ച് ഡി ഡബ്ല്യു ഈക്വൽ ടു പി ഡി വി. ഇവിടെ നിന്ന് നമ്മൾ ഇനി ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എവിടെ തൊട്ട് എവിടെ വരെ ചെയ്യണം? ഫ്രം V1 to V2 ചെയ്യാം. പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. പിയുടെ ഇക്വേഷൻ പി വി ഈക്വൽ ടു നമ്മൾ എന്താ പഠിച്ച? ആർ ടി. അവിടെ നിന്ന് നമുക്ക് പി ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം? ആർ ടി ബൈ വി. ആർ ടി ബൈ വി ഇൻറ്റു ഡി വി. ആർ ടി കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് മാറ്റി. ബാക്കിയുള്ളത് 1 ബൈ വി ഡി വി. ഇവിടെ വരെ ഓർക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ നിവേദന ഞാൻ ബോർഡിലെ കൊണ്ട് എഴുതിക്കോട്ടെ, അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോ നീ? 1 ബൈ വി, ഇന്റഗ്രൽ ഓഫ് 1 ബൈ വി എന്ന് പറഞ്ഞാൽ എന്താ വരാ? ലോഗ് വി. 1 ബൈ എക്സിന്റെ ഇന്റഗ്രൽ എന്താ? ലോഗ് എക്സ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് 1 ബൈ വി എന്ന് പറയുമ്പോ എന്താ വരാ? ലോഗ് വി. അപ്പൊ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഡബ്ല്യു ഈക്വൽ ടു ആർ ടി ഇൻറ്റു ലോഗ് വി. എവിടെ തൊട്ട് എവിടെ വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക? V1 to V2. സോ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ W ഈക്വൽ ടു ആർ ടി ഇൻറ്റു ലോഗ് V2 മൈനസ് ലോഗ് V1. ഇവിടെ അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇവിടെ കൂടെ ഒരു സ്റ്റെപ്പ് കൂടെ ആലോചിച്ച് വെക്കുക. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരാ? ലോഗ് എ ബൈ ബി. അപ്പൊ അതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. W ഈക്വൽ ടു ആർ ടി ഇൻറ്റു ലോഗ് ഇൻറ്റു V2 ബൈ V1. ഓക്കെ, ഇനി കഴിഞ്ഞെങ്കിൽ അടുത്ത എഴുതിക്കോ. അഡിയാബാറ്റിക് പ്രോസസ് എഴുതി കഴിഞ്ഞാലേ ആരാടാ കഴിഞ്ഞിട്ടില്ലെന്ന് പറയണ? കഴിഞ്ഞല്ലേ എഴുതി കഴിഞ്ഞ? ഓക്കെ, ഇനി അഡിയാബാറ്റിക് പ്രോസസ്സില് അഡിയാബാറ്റിക് പ്രോസസ് അടുത്ത ഒരാൾ എഴുതേണ്ടി വരും കേട്ടോ, അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോ? അഡിയാബാറ്റിക് പ്രോസസ്സിൽ എഴുതേണ്ടി വരും കേട്ടോ. അഡിയാബാറ്റിക് പ്രോസസ്സിൽ എന്താ സംഭവിക്കുക? അഡിയാബാറ്റിക് പ്രോസസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാ. ഇത് കഴിഞ്ഞിട്ട് റെഡി ആയിക്കും, ഇപ്പൊ തന്നെ എഴുതാൻ പോകുന്നു. അഡിയാബാറ്റിക് പ്രോസസ്സിൽ എന്താ സംഭവിക്കുക? പറഞ്ഞേ, അഡിയാബാറ്റിക് പ്രോസസ്സിൽ എന്താ സംഭവിക്കുക? ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുമോ അവിടെ? ഇല്ല, ഹീറ്റ് എക്സ്ചേഞ്ച് അഡിയാബാറ്റിക് പ്രോസസ്സിൽ നടക്കുന്നില്ല. അപ്പൊ എഴുതിക്കോ.
If a system undergo physical change, if a system undergo physical change, if a system undergo physical change, there is no exchange of heat energy. If a system undergo physical change, there is no exchange of heat energy between the system and the surrounding. There is no exchange of heat energy between the system and the surrounding. If a system undergo physical change in which there is no exchange of heat energy, there is no exchange of heat energy between the system and the surrounding. പോയാ ഫുള്ള് എവിടെ വരെ എഴുതി? There is no exchange of heat energy. There is no exchange of heat energy between the system and the surrounding. എഴുതിയാ? ഓക്കെ, ഇനി ഇതിൽ കൂടെ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഓക്കെ, ഐസോതെർമൽ പ്രോസസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇനി അഡിയബാറ്റിക് പ്രോസസിന്റെ ഇക്വേഷൻ പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇത് പഠിച്ചു വെക്കണം. ഇത് എങ്ങനെയാ വന്നതെന്നൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അഡിയബാറ്റിക് പ്രോസസ് എന്താണ് അതിന്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു കെ. പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു കെ. പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു കെ. ഇനി ഈ ഇക്വേഷൻ നമുക്കൊരു ചേഞ്ച് വരുത്തി എഴുതാനാണെങ്കിൽ ഇപ്പോ പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു കെ. പിക്ക് നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പി വി ഈക്വൽ ടു ആർ ടി അല്ലേ? അപ്പൊ പിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർ ടി ബൈ വി ഇൻറ്റു വി റൈസ് ടു ഗാമ ഈക്വൽ ടു കെ കോൺസ്റ്റന്റ്. ഇനി നമുക്ക് ആർ ടി വി റൈസ് ടു -1 പി വി റൈസ് ടു ഗാമ. ഇതാ അത് തന്നെ. കെ കോൺസ്റ്റന്റ് ഞാൻ കെ എന്ന് കൊടുത്തേ ഉള്ളു. ആർ ടി വി ന്യൂമറേറ്ററിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ വി റൈസ് ടു -1 വി റൈസ് ടു ഗാമ ഈക്വൽ ടു കെ. അതിനെങ്ങനെ എഴുതാം? ആർ ടി വി റൈസ് ടു 1 - ഗാമ ഈക്വൽ ടു കെ. ആ ഇക്വേഷനും കൂടെ ഒന്ന് ബോക്സ് ചെയ്ത് വെച്ചേക്കെ. മനസ്സിലായോ? അതൊന്നുകൂടെ ശ്രദ്ധിക്ക്. ഇതാണ് നമ്മുടെ അഡിയബാറ്റിക് പ്രോസസിന്റെ ഇക്വേഷൻ. പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. പിന്നെ വേറൊരു ഫോം ഓഫ് ഇക്വേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. അഡിയബാറ്റിക് പ്രോസസ് എന്താന്ന് പഠിച്ചല്ലോ. അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താ? ഐസോതെർമൽ മീൻസ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അഡിയബാറ്റിക് എന്ന് പറയുമ്പോൾ എന്താ? ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അതിൽ പഠിക്കുന്നത് പോലെ തന്നെ ഇതിലൊരു ഇക്വേഷൻ. ഇത് ഇക്വേഷൻ എങ്ങനെയാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ഡെറിവേഷൻ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് അതൊന്നും വേണ്ട. ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്ലസ് ഇക്വേഷൻ മാത്രം മതി. പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇനി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ഫോം ഓഫ് ഇക്വേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. ഈ സെയിം ഇക്വേഷൻ തന്നെ പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതിൽ എന്ത് ചെയ്ത്? പിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത്. പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമുക്ക് ഇക്വേഷൻ അറിയാം. പി വി ഈക്വൽ ടു ആർ ടി. അവിടെ നമ്മൾ എന്ത് ചെയ്ത്? പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എങ്ങനെ വരും? ആർ ടി പി ഈക്വൽ ടു ആർ ടി ബൈ വി എന്ന് വരും. അത് കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ ടി ബൈ വി ഇൻറ്റു വി റൈസ് ടു ഗാമ ഈക്വൽ ടു കെ. ഈ വി ഡിനോമിനേറ്ററിലുള്ള വി എന്ത് ചെയ്ത്? ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്ന് ആർ ടി ഇൻറ്റു വി റൈസ് ടു -1 വി റൈസ് ടു ഗാമ ഈക്വൽ ടു കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആർ ടി ഇൻറ്റു വി റൈസ് ടു ഗാമ -1 ഈക്വൽ ടു കെ. ഗാമ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാൻ പറഞ്ഞ കുറച്ച് വലിയ ഡെറിവേഷൻ ആണ് അത് എടുത്തേക്കണം. ഒരു കോൺസ്റ്റന്റ് റൈസ് ടു എ കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ എടുത്തേക്കണം. ഗാമ ടൈംസ് അതൊന്നും വേണ്ട. ജസ്റ്റ് ഇക്വേഷനിലേക്ക് മാത്രം പോയാൽ മതി. ഇപ്പൊ എന്താ ചെയ്തത്? ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ.
ആരും ശ്രദ്ധിക്കണില്ല കേട്ടാ. ഇല്ല ആരും ശ്രദ്ധിക്കണില്ല. ശ്രദ്ധിക്ക, ഒരു മിനിറ്റ് ഒന്നുകൂടെ പറയണേ. ശ്രദ്ധിക്കേ, അഡിയാബാറ്റിക് പ്രോസസിന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞ? പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഒന്നുകൂടെ പറയണ ശ്രദ്ധിക്കാൻ വേണ്ടിയാ. പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് കെ. ഇനി നമ്മൾ ഇക്വേഷനെ വേറൊരു രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് പീക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. പീക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്തിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. വീക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ വീക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാത്ത എന്താന്ന് പറഞ്ഞുതരാം. പീക്ക് ഫസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും? പി വി ഈക്വൽ ടു ആർ ടി ആണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ നിന്ന് നമ്മൾ ഈ പീക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. പീക്ക് ഇക്വേഷൻ കൊടുക്കുമ്പോൾ പി ഈക്വൽ ടു എങ്ങനെ വരും? ആർ ടി ബൈ വി. അത് കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ആർ ടി ബൈ വി ഇൻറ്റു വി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് കെ. ഇനി ആർ ടി ബൈ വി ഡിനോമിനേറ്ററിലുള്ള വി ന്യൂമറേറ്ററിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ വി റൈസ് ടു -1 വി റൈസ് ടു ഗാമ ഈക്വൽ ടു കെ. അവിടുന്ന് ആർ ടി ഇൻറ്റു വി റൈസ് ടു ഗാമ -1 ഈക്വൽ ടു കോൺസ്റ്റന്റ് കെ. ഓക്കെ, ഇതിപ്പോ നമ്മൾ എന്തിനാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? ഈ ഇക്വേഷനില് പീക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. ഇനി വീക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും നോക്കാം. അതുകൂടെ വേണേ കാണിച്ചു തരാം. വീക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് കെ. വീക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെങ്കിൽ എങ്ങനെ വരും? പി ഇൻറ്റു വീക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ പി വി ഈക്വൽ ടു ആർ ടി. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? വി ഈക്വൽ ടു ആർ ടി ബൈ പി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? അത് കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി ഇൻറ്റു വി റൈസ് ടു ഗാമ, വിയുടെ പ്ലേസിൽ എന്ത് കൊടുക്കുക? ആർ ടി ബൈ പി റൈസ് ടു ഗാമ. അപ്പൊ എന്ത് വന്ന്? പി ഇൻറ്റു ആർ റൈസ് ടു ഗാമ ടി റൈസ് ടു ഗാമ ടി റൈസ് ടു മൈനസ് ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് പി റൈസ് ടു 1 മൈനസ് ഗാമ ആർ റൈസ് ടു ഗാമ ടി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതിനെ എന്തെന്ന് പറയാം നമുക്ക്? ആർ റൈസ് ടു ഗാമ ടി റൈസ് ടു ഗാമ. ഇതിനെന്തെന്ന് നമുക്ക് എഴുതാൻ വേണമെങ്കിൽ പി വി എന്ന് കൊടുക്കൂലേ? പി വി റൈസ് ടു ഗാമ. അപ്പൊ എങ്ങനെ എഴുതാം? പി ഇൻറ്റു 1 മൈനസ് ഗാമ പി റൈസ് ടു ഗാമ വി റൈസ് ടു ഗാമ ഈക്വൽ ടു കെ. ഇതിന്റെ ഗാമ ഗാമ പോയിട്ടുണ്ടെങ്കിൽ ബാക്കി എന്ത് തന്നെ വന്ന്? പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. മനസ്സിലായില്ലെങ്കിൽ ഞാൻ എഴുതി കാണിച്ചു തരാം ഒന്നുകൂടെ. അതുകൊണ്ടാണ് നമ്മൾ പീക്ക് ഇവിടെ വീക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാതിരുന്നത്. ഞാൻ പി മാത്രം കാണിച്ചത് അതുകൊണ്ടാണ്. മനസ്സിലായ? സെയിം സാധനം തന്നെ കിട്ടും. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ബുക്കിൽ കാണിച്ചു തന്നെ. വാ, ഇവിടെ ഒരാളുടെ ബുക്കിൽ ഞാൻ കാണിച്ചു തരാം. വാ, കാണാൻ പറ്റുമോ? പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഫസ്റ്റ് ഈ ഇക്വേഷനെ നമുക്ക് വേറൊരു ഫോമിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ പ്രോബ്ലം ഒന്നും കൂടുതൽ വരാറില്ല ഇതിന്ന്. ഇനി വരുമ്പോൾ വേറൊരു ഫോമിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാം, അതുപോലെ വീക്ക് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാം. വി ഞാൻ കാണിക്കാത്തത് വേറെ ഒന്നുമല്ല. വീക്ക് ട്രാൻസ്ഫോർമേഷൻ കൊടുത്താൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ ഇത് തന്നെ കിട്ടുള്ളൂ. ഇപ്പൊ പിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിയുടെ ഇക്വേഷൻ നമുക്കറിയാം. പി വി is equal to ആർ ടി എന്ന് നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് പിനെ എങ്ങനെ എഴുതാം? പി is equal to ആർ ടി ബൈ വി. അത് കൊണ്ടുവന്ന് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. 1ൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? ആർ ടി ബൈ വി ഇൻറ്റു വി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇനി ആർ ടി ഈ ഡിനോമിനേറ്ററിലുള്ള വി ന്യൂമറേറ്ററിലേക്ക് കഴിയുമ്പോൾ വി റൈസ് ടു -1 വി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ടി വി റൈസ് ടു ഗാമ -1 ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പൊ ഇതൊരു ഫോം ഓഫ് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ പീക്കാണ് ട്രാൻസ്ഫോർമേഷൻ കൊടുത്തത്. ഇനി നമുക്ക് വേണമെങ്കിൽ വീക്ക് കൊടുക്കാം. വീക്ക് കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ വരും? നമ്മുടെ ഇക്വേഷൻ ഇത് തന്നെയാണ്. പി വി is equal to ആർ ടി. ഇവിടെ നിന്ന് വി ഈക്വൽ ടു എങ്ങനെ എഴുതാം? ആർ ടി ബൈ പി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് 3 in 1ൽ കൊണ്ടുവന്ന് പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ പി അവിടെ തന്നെ നിർത്തിയിട്ട് പിന്നെ ഇപ്പൊ നമ്മൾ ആർക്കാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? വീക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ആർ ടി ബൈ പി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പൊ പി ഇൻറ്റു ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ ആർ റൈസ് ടു ഗാമ ടി റൈസ് ടു ഗാമ പി റൈസ് ടു മൈനസ് ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇനി ഇത് നോക്കിക്കേ, പിനെ ഞാൻ എങ്ങനെ എഴുതി? പവർ 1 അല്ലേ? അപ്പൊ 1 + -1 1 മൈനസ് ഗാമ എന്ന് എഴുതി. ഇനി ഇവിടെ ഇത് നോക്കിക്കേ, ആർ റൈസ് ടു ഗാമ ടി റൈസ് ടു ഗാമ.
ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതെന്താ? ആർ ടി, പി വി അല്ലേ ആർ ടി. അപ്പൊ ആർ ടി റൈസ് ടു ഗാമ എന്ന് നടക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി വി റൈസ് ടു ഗാമ എന്ന് എഴുതിക്കൂടെ? അപ്പൊ അതിനെ നമുക്ക് പി ഇൻറ്റു 1 മൈനസ് ഗാമ, ഇതിനെ എങ്ങനെ എഴുതാം നമുക്കപ്പോ? പി റൈസ് ടു ഗാമ വി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇനി നോക്കിക്കേ, ഇതിന്റെ പവർ നോക്കിയിട്ടുണ്ടെങ്കിൽ മൈനസ് ഗാമ പ്ലസ് ഗാമ പോയി, ബാക്കിയുള്ളത് എന്താ ഉള്ളത്? ഇതിന്റെ പവർ തമ്മിൽ ആഡ് ചെയ്യുക. പവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 1 മൈനസ് ഗാമ പ്ലസ് ഗാമ. അപ്പൊ ഗാമ ഗാമ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുവന്ന്? പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. സെയിം ഇക്വേഷനിൽ തന്നെ പിന്നെ എത്തും. അതുകൊണ്ടാണ് നമ്മൾ പീക്ക് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാതെ, സോറി വീക്ക് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാതെ പീക്ക് കൊടുക്കണത്. മനസ്സിലായോ? ഗാമ ഇങ്ങനെ ആറ് പോലെ എഴുതിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു വരയും കൂടെ കൊടുക്കുക. കഴിഞ്ഞ വർഷം ഇവിടുത്തെ ഒരു കൊച്ചു ഗിഫ്റ്റ് ആണ്. കഴിഞ്ഞ ഓക്കെ അല്ലേ? പറഞ്ഞു തന്നെ, കാണിച്ചു തന്നെ ഒന്നൂടെ. എക്സാമിന് ചോദിക്കില്ല, ഞാൻ ജസ്റ്റ് ഫോംസ് ഒന്ന് കാണിച്ചു എന്നുള്ളത്. ചെയ്ത് ഇത് നോക്കിക്കോ, ഇക്വേഷൻ നോക്കി വെച്ചോ. മറ്റേത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ചോദിക്കില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഒന്നും ഇല്ല. ചോദിച്ചാൽ അത് തന്നെയല്ലേ കിട്ടുള്ളൂ. ഓക്കെ, അടുത്തത്. അപ്പൊ അഡയബാറ്റിക് പ്രോസസ് എന്താന്ന് മനസ്സിലായല്ലോ? അപ്പൊ അഡയബാറ്റിക് പ്രോസസിന്റെ ഇക്വേഷൻ എന്താ? മറന്നു പോകരുത്, ഞാൻ ചോദിക്കും. പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇത് ആലോചിച്ച് നോക്കട്ടെ. പി വി റൈസ് ടു ഗാമ, മറ്റേതിൽ പി വി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത്. ഇവിടെ പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇനി അടുത്തത് വർക്ക് ഡൺ ഡ്യൂറിങ് അഡയബാറ്റിക് പ്രോസസ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഇപ്പൊ റെഡി ആയില്ല. എഴുതി കഴിഞ്ഞായിരുന്നോ ഇത്? ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി വർക്ക് ഡൺ ഡ്യൂറിങ് ഇത് കഴിയുമ്പോഴായിക്കോട്ടെ ഞാൻ എഴുതിക്കണത്. ഐസോതെർമൽ പഠിച്ചല്ലോ ഓൾറെഡി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറന്നു പോയിട്ടുണ്ടാവും. എന്നാലും അഡയബാറ്റിക് കഴിയുമ്പോൾ ഒന്നുകൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇനി അടുത്തത് വർക്ക് ഡൺ ഡ്യൂറിങ് അഡയബാറ്റിക് പ്രോസസ്. അപ്പൊ അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഐഡിയൽ ഗ്യാസ് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഐഡിയൽ ഗ്യാസിന്റെ പ്രഷർ P1, വോളിയം V1, ടെമ്പറേച്ചർ T1. ഇനി ഒരു അഡയബാറ്റിക് പ്രോസസ് നടന്നു കഴിയുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ അല്ല, പ്രഷർ P2 ആയിട്ട് കൺസിഡർ ചെയ്യുക, വോളിയം V2 ആൻഡ് ടെമ്പറേച്ചർ T2. ഇതൊന്നും ജസ്റ്റ് ആലോചിച്ച് വെക്കേണ്ട കാര്യമൊന്നുമല്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട എവിടെ നിന്നായിരിക്കണം? വർക്ക് ഡണ്ണിൽ നിന്ന് തന്നെ തുടങ്ങണ്ട. നേരത്തെ ഐസോതെർമൽ പ്രോസസ്സ് പഠിച്ചപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? അതൊന്ന് ആലോചിച്ചേ. ഐസോതെർമൽ പ്രോസസ്സ് പഠിച്ചപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് വർക്ക് ഡൺ സ്റ്റാർട്ട് ചെയ്തത്? ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്തേ. വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പി ഡെൽറ്റ വി. അപ്പൊ അവിടുന്ന് നമ്മൾ ഒരു ചെറിയ വർക്ക് ഡൺ കൺസിഡർ ചെയ്യണമെങ്കിൽ ഡി ഡബ്ല്യു ഈക്വൽ ടു പി ഡി വി. അവിടെ നിന്നല്ലേ നമ്മൾ തുടങ്ങിയത്. സെയിം പ്രോസസ് തന്നെ ഇവിടെയും ചെയ്യാം. വർക്ക് ഡൺ ഡി ഡബ്ല്യു ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് V1 ടു V2 പി ഡി വി. സെയിം പ്രോസസ് തന്നെ, ഒരു വ്യത്യാസം ഇല്ല. പക്ഷേ നേരത്തെ നമ്മൾ പിക്ക് കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു? പി വി ഈക്വൽ ടു ആർ ടി. അവിടെ നിന്നാണ് കൊടുത്തത്. അഡയബാറ്റിക് പ്രോസസിന്റെ ഇക്വേഷൻ എന്താ? പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പില് പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോ എങ്ങനെ വരും? പി ഈക്വൽ ടു കോൺസ്റ്റന്റ് ബൈ വി റൈസ് ടു ഇല്ല, ഗാമ -1. അത് മാറ്റിയായിരുന്നു ഞാൻ അപ്പൊ തന്നെ എഴുതിയപ്പോ. നീ ഉറങ്ങിപ്പോയി. മാറ്റിയായിരുന്നു അപ്പൊ തന്നെ. പി ഈക്വൽ ടു കെ ബൈ വി റൈസ് ടു ഗാമ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് ഡി ഡബ്ല്യു. ശ്രദ്ധിച്ച്, ഇപ്പൊ ഞാൻ വിളിക്കോട്ടെ ഒരാളെ. ഇന്റഗ്രൽ ഓഫ് ഡി ഡബ്ല്യു ഈക്വൽ ടു ഡബ്ല്യു
v1 to v2 pക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക k by v raised to gamma into dv. ഇനി എന്ത് ചെയ്യാ k ഇനി നിവേദ് പറഞ്ഞ നേരത്തെ ഞാൻ സയോണോട് ചോദിച്ച ക്വസ്റ്റ്യൻ വിത്ത് റെസ്പെക്ട് ടു ഡി വി ആണ്. അപ്പൊ ഏത് ടേമിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? വി റൈസ് ടു ഗാമ, ഇതൊരു ടേം അല്ലേ, അപ്പൊ അതിനാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. കെ കോൺസ്റ്റന്റ് ആണ്, കെനെ മാറ്റുക. ഇത് ഞാൻ ന്യൂമറേറ്ററിലേക്ക് എടുത്ത് ചെയ്യാനാണെങ്കിൽ ഈ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതല്ലേ? ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഇക്വേഷൻ അല്ല, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഇത് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ എക്സ് റൈസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് റൈസ് ടു അല്ലേ? ഇതിപ്പോ ഞാനിത് ഏത് ഫോമിൽ എഴുതിയേക്കുന്ന? ഇന്റഗ്രൽ ഓഫ് വി റൈസ് ടു മൈനസ് ഗാമ. അപ്പൊ അതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? വേദ പറഞ്ഞേ, ദിയ പറഞ്ഞേ. ആ, വി റൈസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ പ്ലസ് 1, അത്രേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. ഇനി എന്ത് ചെയ്യാ? അടുത്ത സ്റ്റെപ്പില് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മൈനസ് ഗാമ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇത്ര എഴുതിക്കേ, വേഗം എഴുതേ. എഴുതി, ഞാൻ പറഞ്ഞുതരാം. ആരെങ്കിലും ബോഡി പോയി ചെയ്യണ ടൈമിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എഴുതി. എടാ വേഗം എഴുതടാ, വേഗം എഴുത. എടാ കഴിഞ്ഞാണ്, എവിടെ വരെ കഴിഞ്ഞ? മൈനസ് ഗാമ പ്ലസ് 1
ലിമിറ്റ് കൊടുക്കേണ്ടത് വിക്ക് മാത്രമല്ല ലിമിറ്റ് കൊടുക്കേണ്ടത്, അതങ്ങനെ തന്നെ എഴുതി. വിക്ക് മാത്രം ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും v2 മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് v1 ഗാമ തന്നെ ഗാമയായിട്ട് തന്നെ എഴുതണം കേട്ടോ. കഴിഞ്ഞ അത്രയും. ഞാൻ പറയാം, എഴുതി കഴിഞ്ഞിട്ട് പറയാം. എടാ എടാ ഹരി, ഞാൻ പറയാം, ഇങ്ങോട്ട് വാ. അനല്ല എഴുതാം. അല്ല, അത് വിളിക്കാൻ ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഡെറിവേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വിളിക്കാം നമുക്ക് ഒരാളെ. എടാ വേഗം എഴുതടാ, കുറച്ച് അധികം എടുക്കാനുണ്ട്. എടാ കഴിഞ്ഞാടാ, കൊറേ നേരമായിട്ടാ, കൊറേ നേരം എന്നോട് ഉണ്ടാതിരിക്കാൻ പറഞ്ഞേ. കൊറേ നേരമായി ആപ്പിൾ ഐഫോൺ അത് ഇത് പറഞ്ഞോണ്ടിരിക്കണ പ്രൈവസി. ഓക്കെ, കഴിഞ്ഞിട്ട് പറയാം നമുക്ക്. എടാ കഴിഞ്ഞ വിമല് കഴിഞ്ഞ ഒരെണ്ണം എഴുതിട്ട് സംസാരിക്കുമോ ഇരുന്ന്? ബാക്കി എല്ലാരും കഴിഞ്ഞില്ലേ? ഓക്കെ, ശ്രദ്ധിച്ചേ. ഓക്കെ, ബാക്കി ശ്രദ്ധിക്കേ. ഇനി ഞാൻ ഇതിനൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുവാണ്. വൺ മൈനസ് ഗാമ. ഇനി കെനെ ഉള്ളിലേക്ക് എടുക്കുക. കെ ഇൻറ്റു v2 മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് കെ ഇൻറ്റു v1 മൈനസ് ഗാമ പ്ലസ് 1. ഓക്കെ, ഇനി നമ്മള് ഈ കേക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. കേക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുക. അപ്പൊ നോക്കിക്കേ, ഈ v2ന്റെ അടുത്തുള്ള കേക്ക് ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ദെൻ v1ന്റെ അടുത്തുള്ള കേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ ഈ അഡിയാബാറ്റിക് പ്രോസസ്സിൽ നമ്മൾ ഇക്വേഷൻ എന്താ പഠിച്ചത്? PV റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നല്ലേ? അപ്പൊ കേക്ക് നമുക്ക് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം?
പി വി റൈസ് ടു ഗാമ. അപ്പൊ ഈ V2ന്റെ കൂടെ ഉള്ളതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? P2 V2 എന്ന് എഴുതാം. അതുപോലെ V1ന്റെ കൂടെ ഉള്ളതിനെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? P1 V1 എന്ന് കൊടുക്കാം. P2 V2 റൈസ് ടു ഗാമ. പിന്നെ ബാക്കി ഇവിടെ ഉള്ളത് V2 മൈനസ് ഗാമ പ്ലസ് 1. എഴുതിയെടുക്കുക. മനസ്സിലായില്ല, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. P1 V1 റൈസ് ടു ഗാമ V1 മൈനസ് ഗാമ പ്ലസ് 1. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഈ പവർ എല്ലാം പോകൂലേ? ഇവിടെ നോക്കിക്കേ, V2ന്റെ പവേഴ്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഗാമ പോയി അല്ലെ? ബാക്കിയുള്ള എന്താ ഉള്ള? V2 റൈസ് ടു 1. ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കുമ്പോഴും V1ന്റെ പവർ നോക്കിക്കഴിയുമ്പോ ഈ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കഴിയുമ്പോ ഗാമ മൈനസ് ഗാമ പ്ലസ് ഗാമ പോയി. ബാക്കിയുള്ള എന്താ ഉള്ളത്? 1. അപ്പൊ P2 V2 മൈനസ് P1 V1. ഇനി P2 V2 എന്ന് പറഞ്ഞാൽ എന്താ? P2 V2 ഫസ്റ്റ് ഇക്വേഷന്റെ ബേസിൽ പറഞ്ഞേ, ഐസോതെർമൽ പ്രോസസിന്റെ ബേസിൽ പറഞ്ഞേ. P2 V2 ഈക്വൽ ടു കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോ എന്താ അവിടെ വരിക? RT2. ഓക്കെ, NR. അപ്പൊ എന്തൊരു RT2? എന്ന് നമ്മൾ 1 മോളല്ലേ കൺസിഡർ ചെയ്യുന്നു പറഞ്ഞല്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എഴുതിയാൽ മതി. P2 V2 equal to RT2 and P1 V1 equal to RT1. Substitute ചെയ്യാം. U equal to 1 by 1 minus gamma RT2 minus RT1. R ന outside എടുക്കുക. T2 minus T1. Adiabatic expansion. T2 greater than T1 ആണെങ്കിൽ adiabatic compression. ഇത്ര എഴുതി വെച്ചോ, എന്നിട്ട് വേഗം പഠിച്ചോ. എന്നിട്ട് ഞാൻ 2 പേരെ വിളിക്കും. ഒരാൾ ഐസോതെർമല്, ഒരാൾ അഡിയാബാറ്റിക്. പെട്ടെന്ന് വരണോട്ടാ, 5 മിനിറ്റ്. വേഗം നോക്കിക്കോ. എന്നിട്ട് അടുത്ത പോർഷനിലേക്ക് പോകണുള്ളൂ, അല്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ചിട്ടില്ല മര്യാദക്ക്. ഓൺലൈനിൽ ഇരിക്കുന്നവര് ക്യാമറ ഓൺ ചെയ്തിട്ട് എഴുതണം കേട്ടോ ഒരു പേപ്പറില്. ഇത്ര നേരം ഭയങ്കര സംസാരിക്കുന്ന ആളിപ്പോ എന്റെ മുഖത്തേക്ക് പോലും നോക്കണില്ല. അപ്പൊ തന്നെ നമുക്കറിയാം പഠിച്ചിട്ടുണ്ടോ. പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞില്ലേ പഠിച്ച്? ആരെങ്കിലും റെഡി ആണോ? പോയി എഴുതാം. ഞാൻ എഴുതാന്ന് പറഞ്ഞാൽ റെഡി ആണെങ്കിൽ പോയി എഴുതിക്കോ. ഗായത്രി ഐസോതെർമൽ എഴുതട്ടെ. അഡിയാബാറ്റിക് വിമൽ എഴുതും. അഡിയാബാറ്റിക് നീ ഉണ്ടായിരുന്നു, ഇപ്പൊ പഠിച്ചു. വേഗം പോയിട്ട് മായിച്ചിട്ട് എഴുതിക്കോട്ടോ. അനല്ലൊക്കെ എഴുതണോ ഡയബറ്റിക്? അല്ലെങ്കിൽ ഞാൻ വേദനയോട് എഴുതണോന്നല്ലേ ചോദിച്ചത്? ഞാനിവിടെ ഉണ്ടല്ലോ. എഴുതണോ അഡയബാറ്റിക്? വിമലിനല്ലെങ്കിൽ സയോണിന് എഴുതാം. ഒരാൾ എഴുതിക്കോ പോയി. കാരണം രണ്ടുപേരും ഉറക്കം വരുന്നത്. അതിൽ ഒരാൾ പോയി എഴുതിയാൽ മതി. വേണ്ട, ഒരാള് വിമല തന്നെ എഴുതിയാ മതി. സയോണെ നീ എഴുതണോട്ടാ. ഞാൻ ഒരാളെ വിളിക്കും. രണ്ടുപേരും പഠിച്ചു. ഒരാളെ വിളിക്കുന്നേ. അഡയബാറ്റിക് പ്രോസസ്. അതിപ്പോ അവള് എഴുതുന്നുണ്ടല്ലോ. വേണ്ട.
ഞാൻ എന്നാ പിന്നെ റെഡി ആയ ഒരാൾ പോയി എഴുതാൻ ഞാൻ പറഞ്ഞപ്പോ നിനക്ക് എഴുതായിരുന്നില്ലേ? ഒന്നൂടെ വാ ഇമ്മലിപ്പോ വരാട്ടാ. ഇത് അത് എഴുതിക്കണ്ട, ഞാൻ പറഞ്ഞുതരാവേ. ഏതാ വേണ്ടത്? ഇത് ഇപ്പൊ പറഞ്ഞത് പഠിക്കാൻ തന്നെ നിങ്ങളോട് വേറെ ഒന്നും പറയരുതേ. ഇന്റഗ്രൽ ഓഫ് ഡി ഡബ്ല്യു ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് പി ഡി വി ഫ്രം V1 to V2. ഇതൊന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, ഓർത്ത് വെക്കണം ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ഓർത്ത് വെക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടാ? ഇത് ഓർത്ത് വെക്കണം. ഇനി ഇവിടെ ശ്രദ്ധിക്കുമ്പോഴും നീ വേറെ ലോകത്ത് പോകരുത് കേട്ടോ. W ഈക്വൽ ടു ഇന്റഗ്രൽ V1 to V2. പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. പിക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? ഇപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ പഠിച്ചത്? ഇവിടെ അഡിയബാറ്റിക് പ്രോസസിന്റെ ഇക്വേഷൻ പഠിച്ചത് എന്താ? PV റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് K. അപ്പൊ അതിൽ നിന്ന് നമുക്ക് P എങ്ങനെ എഴുതാം? P ഇസ് ഈക്വൽ ടു K ബൈ V റൈസ് ടു ഗാമ. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. K ബൈ V റൈസ് ടു ഗാമ ഇൻറ്റു ഡി വി. അപ്പൊ എന്ത് ചെയ്യുക? കെനെ പുറത്തേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ W ഈക്വൽ ടു K ഔട്ട് സൈഡ് മാറ്റി. ബാക്കിയുള്ള ഇന്റഗ്രൽ ഓഫ് V1 to V2 1 ബൈ V റൈസ് ടു ഗാമ ഇൻറ്റു ഡി വി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? W ഈക്വൽ ടു K ഇൻറ്റു ഇന്റഗ്രൽ V1 to V2 V റൈസ് ടു മൈനസ് ഗാമ ഡി വി. ഇതിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്? ഇന്റഗ്രൽ ഓഫ് X റൈസ് ടു N. ഇക്വേഷൻ എന്താ പഠിച്ചത്? X റൈസ് ടു N+1 ഡിവൈഡഡ് ബൈ N+1 അല്ലേ? അപ്പോ ഇന്റഗ്രൽ ഓഫ് V റൈസ് ടു ഗാമ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്താവും? V റൈസ് ടു ഗാമ +1 ഡിവൈഡഡ് ബൈ, ഇവിടെ എന്നിന്റെ പ്ലേസിൽ ഇവിടെ ഗാമ കിടക്കണത് അല്ലെ? അപ്പൊ ഗാമ +1. ഇവിടെ പക്ഷെ നമുക്കൊരു മൈനസും കൂടി ഉണ്ട്. അപ്പൊ മൈനസും കൂടി ഇട്ട് കൊടുത്തത്. W ഈക്വൽ ടു K ഇൻറ്റു ഫ്രം ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി V റൈസ് ടു മൈനസ് ഗാമ +1 ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ +1 ഫ്രം V1 to V2. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എഴുതിക്കോട്ടെ സൈഡിൽ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് വേണം കൊടുക്കാൻ. മനസ്സിലായ? അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന അപ്പൊ W K ഇൻറ്റു V മൈനസ് ഗാമ +1 ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ +1 ഫ്രം V1 to V2. ഇനി ആദ്യം എന്തിട്ട് കൊടുക്കുക? V2ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. V2 എഴുതുക. അപ്പൊ W ഈക്വൽ ടു K ഇൻറ്റു നെക്സ്റ്റ് അഡിയബാറ്റിക് പ്രോസസ് ദിയവാ. വിമല് രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. നല്ല കൊച്ചായിട്ട് കുറച്ചു നേരമായി പഠിച്ചിരിക്കണം. അത് ഞാൻ നോട്ട് ചെയ്തു. എല്ലാ ഗേൾസിനെ വിളിച്ചൊരു ബുദ്ധിമുട്ടല്ലേ? അല്ല, എല്ലാ ഗേൾസിനെ വിളിച്ചൊരു ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ട് ബോയ്സിനെ വിളിക്കാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല ഇങ്ങനെ വിളിച്ചില്ലെങ്കിൽ. അതിന് എഴുതാത്തവർക്ക് ഇമ്പോസിഷൻ വേണ്ട. വിസ്മയനെ വിളിക്കണേ. അതിലിന്ന് രണ്ടിൽ നിന്ന് ഒരാളെ വിളിക്കണം, കാരണം ഉറക്കമായിരുന്നു. ശ്രദ്ധിക്ക്. ഹെഡിങ് മാറ്റി, ഐസോതെർമൽ മാറ്റി അഡിയബാറ്റിക് ആക്കുക. V റൈസ് ടു V2. ആദ്യം V യുടെ പ്ലേസിൽ എന്ത് കൊടുക്കുക? V2 കൊടുക്കുക. V2 മൈനസ് ഗാമ +1 മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അതായത് കണ്ട, ഈ V യുടെ പ്ലേസിൽ ആദ്യം V2 ഇട്ട് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യാം? മൈനസ് V യുടെ പ്ലേസിൽ എന്തിട്ട് കൊടുക്കുക? V1 ഇട്ട് കൊടുക്കുക. അപ്പൊ V1 മൈനസ് ഗാമ +1 ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ +1. ഇത് പഠിച്ചില്ലെങ്കിൽ കിട്ടത്തില്ല, നീ പഠിക്കണം ഇത്. ഇനി W ഈക്വൽ ടു ഈ ഗാമ +1 ഞാൻ പുറത്തേക്ക് എടുക്കണേ. അപ്പൊ 1/1 മൈനസ് ഗാമ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് കെനെ ഞാൻ ഉള്ളിലേക്ക് എടുക്കണേ. കെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കെനെ പുറത്തേക്ക് മാറ്റിയത്. ഇനി കെനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. അപ്പൊ K ഇൻറ്റു V2 മൈനസ് ഗാമ +1 മൈനസ് K ഇൻറ്റു V1 മൈനസ് ഗാമ +1. ഓക്കെ, ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ കെയ്ക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ച് PV റൈസ് ടു ഗാമ ഈക്വൽ ടു K എന്നല്ലേ പഠിച്ചത്. അപ്പൊ ഈ V2ന്റെ അടുത്തുള്ള കേക്ക് നമുക്ക് എങ്ങനെ കൊടുക്കാം? P2 V2 റൈസ് ടു ഗാമ എന്ന് കൊടുക്കാം. അപ്പൊ W ഈക്വൽ ടു 1/1 മൈനസ് ഗാമ ഇൻറ്റു ഈ കേക്ക് എന്ത് കൊടുക്കാം? V2ന്റെ അടുത്തുള്ളത് P2 V2 റൈസ് ടു ഗാമ. പിന്നെ ഇവിടെ ഓൾറെഡി ഉള്ള V2 എഴുതാം. V2 മൈനസ് ഗാമ +1 മൈനസ്. ഇനി V1ന്റെ അടുത്തുള്ള കേക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? P1 V1 റൈസ് ടു ഗാമ. P1 V1 റൈസ് ടു ഗാമ. പിന്നെ ഓൾറെഡി ഇവിടെയുള്ള V1 മൈനസ് ഗാമ +1. ഇനി നോക്കിക്കേ, ഈ V2ന്റെ പവേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്യാൻ പോണേ. V2ന്റെ പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ, സെപ്പറേറ്റ് V2ന്റെ
ഒരു പവർ ഗാമ, പിന്നെ അടുത്ത V2ന്റെ പവർ എത്ര, മൈനസ് ഗാമ പ്ലസ് 1. അപ്പൊ ഈ പവർ ആഡ് ചെയ്തെല്ലാം കൂടി ഗാമ പ്ലസ് മൈനസ് ഗാമ പ്ലസ് 1, ഇത് രണ്ടും പോയിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താ വരിക, 1. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, W ഈക്വൽ ടു 1/1 മൈനസ് ഗാമ. ഇതിന്റെ പവർ P2 അങ്ങനെ തന്നെ എഴുതാം. V2ന്റെ പവർ ഒക്കെ എത്ര, 1 ആയി. അപ്പൊ V2 റൈസ് ടു 1 എന്നാവും. മൈനസ് ഇതും അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും P1 V1. ഇനി അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഇക്വേഷൻ അറിയാലോ, PV ഈക്വൽ ടു RT എന്ന് പഠിച്ചില്ലേ. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ P2 V2 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, RT2. അതുപോലെ P1 V1 ഈക്വൽ ടു എങ്ങനെ എഴുതാം, RT1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. W ഈക്വൽ ടു 1/1 മൈനസ് ഗാമ ഇൻറ്റു RT2 മൈനസ് RT1. R കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കുമെങ്കിൽ R/1 മൈനസ് ഗാമ T2 മൈനസ് T1. ഓക്കെ, വേഗം നോക്കൂ. അനല പഠിച്ചാ, വീട്ടിൽ പോയിട്ട് പഠിക്കില്ല, അതുകൊണ്ടാ പറഞ്ഞത്. ഇതൊക്കെ പെട്ടെന്ന് നോക്കി തീർക്കാവുന്നതേ ഉള്ളു. ഇതിയ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. മായിച്ചിട്ട് എഴുതിക്കോ വേണമെങ്കിൽ ആ സൈഡില്. അതല്ലടാ, ആ റൈറ്റ് സൈഡിലെ മായിച്ചിട്ട് എഴുതിക്കോ. കുഴപ്പമില്ല, ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നപ്പോ. പറഞ്ഞു തരണ്ടേ? എവിടെ പോയത്? ഇവിടെ തുടങ്ങാം. PV റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് K. ഇനി ഇക്വേഷൻ നമുക്കൊന്ന് ട്രാൻസ്ഫോം ചെയ്ത് വേറെ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് Pക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. നമ്മൾ പഠിച്ചത് PV ഈക്വൽ ടു RT എന്നല്ലേ പഠിച്ചത്. അതിൽ നിന്ന് നമുക്ക് P ഈക്വൽ ടു എങ്ങനെ കൊടുക്കാം, RT/V എന്ന് കൊടുത്തൂടെ? അതുകൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ 2 കൊണ്ടൊന്ന് 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്തായി, Pയുടെ പ്ലേസിൽ എന്തായി, RT/V ഇൻറ്റു V റൈസ് ടു ഗാമ ഈക്വൽ ടു K. ഇനി RT ഇൻറ്റു ഇത് ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് വയ്ക്കുമ്പോൾ V റൈസ് ടു -1 V റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇനി RT ഇൻറ്റു V റൈസ് ടു ഈക്വൽ ടു K. ഇതൊരു ഇക്വേഷൻ. ഇതിപ്പോ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് Pക്ക് മാത്രമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. നിനക്ക് വേണമെങ്കിൽ അപ്പൊ ചോദിക്കാം, എന്തുകൊണ്ട് Vക്ക് കൊടുത്തില്ല സബ്സ്റ്റിറ്റ്യൂഷൻ? നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് Pക്ക് കൊടുത്ത പ്ലേസിൽ തന്നെ നമുക്ക് V ഈക്വൽ ടു RT/P എന്നും കൊടുക്കായിരുന്നല്ലോ. അത് കാണിച്ചു തരാം എന്താ കൊടുക്കായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി അടുത്ത അതാണ് ചെയ്യാൻ പോണ. PV ഈക്വൽ ടു PV റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. നമുക്ക് എന്ത് ചെയ്യാം, Vക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. PV ഈക്വൽ ടു RT, V ഈക്വൽ ടു RT/P. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P അവിടെ തന്നെ നിർത്തിയിട്ട് മറ്റേതിന് RT/P റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് P ഇൻറ്റു R റൈസ് ടു ഗാമ T റൈസ് ടു ഗാമ P റൈസ് ടു മൈനസ് ഗാമ ഈക്വൽ ടു K. അപ്പൊ P റൈസ് ടു 1 മൈനസ് ഗാമ, പിന്നെയുള്ള ഇത് R റൈസ് ടു ഗാമ T റൈസ് ടു ഗാമ ഈക്വൽ ടു K. ഇതെന്താ, R റൈസ് ടു ഗാമ T റൈസ് ടു ഗാമ PV റൈസ് ടു ഗാമ. അപ്പൊ P ഇൻറ്റു 1 മൈനസ് ഗാമ P റൈസ് ടു ഗാമ V റൈസ് ടു ഗാമ ഈക്വൽ ടു K. Pയുടെ പവർ ആഡ് ചെയ്ത് കഴിയുമ്പോ എന്ത് വരും, P റൈസ് ടു ഗാമ വരുമോ? പ്ലസ് ഗാമ മൈനസ് ഗാമ പോയി. അപ്പൊ എന്തായി, P V റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതേ ഇക്വേഷനിൽ തന്നെ എത്തിയില്ലേ. പിന്നെ അതുകൊണ്ടാണ് അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാതിരുന്നത്. ചെയ്താലും അത്രയും വരും, നോക്കിക്കോളണം. എന്നാൽ
ആ ഏ ആ ഓക്കെ, അടുത്തത് ഐസോകോറിക് പ്രോസസ്. എഴുതിക്ക ഐസോകോറിക് പ്രോസസ്. ആ കൈനറ്റിക്. കൈനറ്റിക് പക്ഷെ ഒരു ക്ലാസ് ഒക്കെ ഉണ്ടാവുള്ളൂ, കുറച്ചേ ഉള്ളൂ. പഠിക്കാനുണ്ട് അതിലെന്നാലും കുറച്ചേ എടുക്കട്ടുള്ളൂ. ചെറിയ കാര്യമുള്ളതിൽ അതൊരു ക്ലാസ്സിൽ തീരും. പിന്നെ വേവ്സ് പെട്ടെന്ന് തീരും, ഓക്സിലേഷനെ കുറച്ച് പോകും. ഓക്കെ, ഐസോകോറിക് പ്രോസസ് എഴുതിക്കേ. ഐസോകോറിക് പ്രോസസ് എന്താ? എന്ത് പറ്റി? നേരത്തെ വിടാന്ന് പറഞ്ഞല്ലേ? ആ വിടാം. ഐസോകോറിക് എഴുതിക്കേ. ഐസോകോറിക് പ്രോസസ് എഴുതിക്കേ. If a system, if a thermodynamic system undergo physical change, if a thermodynamic system undergo physical change in which thermodynamic system undergo physical change in which volume remain constant throughout the process. എന്നൂടെ പറയണം. If a thermodynamic system undergo physical change, a thermodynamic system undergo physical change in which volume remain constant throughout the process. Volume remain constant throughout the process. Volume remain constant throughout the process. Work done equal to P delta V. ഡെൽറ്റ വി ഐസോകോറിക് പ്രോസസ്സിൽ എന്താ സംഭവിക്കാന്നാ പറഞ്ഞത്? വോളിയം കോൺസ്റ്റന്റ് ആണെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഡെൽറ്റ വി ഈക്വൽ ടു എന്താവും? 0 ആവും. അപ്പൊ ഡെൽറ്റ ഡബ്ല്യു, ഡെൽറ്റ വി ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു 0. ഇനി നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു അല്ലെ? അപ്പൊ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇങ്ങനെ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്തെഴുതിയാലും ഡെൽറ്റ ഡബ്ല്യൂയുടെ വാല്യൂ എന്താ ഐസോകോറിക് പ്രോസസ്സിൽ? 0. അപ്പൊ എന്തായി? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു. സീറോ ആയല്ലോ. പിന്നെ ബാക്കിയുള്ള എന്താ? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു. അപ്പൊ അവിടെ ഐസോകോറിക് പ്രോസസ്സിൽ അപ്പോ ആ എമൗണ്ട് ഓഫ് എനർജി നമ്മൾ കൊടുക്കുന്നത് എന്തിനു, എമൗണ്ട് ഓഫ് ഹീറ്റ് അത് എന്തിനു വേണ്ടി മാത്രം അത് യൂട്ടിലൈസ് ചെയ്യുന്ന ആ സിസ്റ്റം? ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും യൂസ് ചെയ്യുക. വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആ വർക്ക് ഡൺ അവിടെ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ഓക്കെ, അടുത്തത് ഐസോബാറിക് പ്രോസസ്. അതുകൂടെ എഴുതിക്കുക. ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് ഒന്ന് സ്വന്തമായിട്ട് എഴുതിക്കേ. സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതിക്കേ. ഐസോബാറിക് പ്രോസസ്. അതിനൊന്നുമില്ല. ഐസോതെർമൽ അഡിയബാറ്റിക് മാത്രമേ പഠിക്കാനുള്ളൂ. ഐസോബാറിക് എഴുതുക. ഐസോബാറിക്. Isobaric process. If a thermodynamic system undergo physical change, the thermodynamic system undergo physical change in which pressure remain constant throughout the process.
throughout the process. Pressure remain constant throughout the process. Delta W equal to P delta V. P delta V എന്ന് പറയുമ്പോൾ നമുക്ക് വിനെ എങ്ങനെ എഴുതാം? ഡെൽറ്റ വിനെ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പി ഇൻറ്റു V2 മൈനസ് V1. നേരത്തെ കേസിൽ എന്തായിരുന്നു? V2 മൈനസ് V1 എന്ന് പറയുന്നത് എന്തായിരുന്നു? സെയിം ആയതുകൊണ്ട് എന്തായി പോയി? 0 ആയി പോയി. ഇവിടെ പ്രഷറിന്റെ വാല്യൂ എങ്ങനെയാണെന്നാ പറഞ്ഞേക്കുന്നത്? കോൺസ്റ്റന്റ് ആണെന്നാ പറഞ്ഞേക്കുന്നത്, സെയിം ആണെന്നാ പറഞ്ഞേക്കുന്നത്. ഈ ഇക്വേഷൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതുവാണെങ്കിൽ PV2 മൈനസ് PV1. പ്രഷറും ചേഞ്ച് ഇല്ല, അതാണ് കാണിക്കേണ്ടത്. ഓക്കെ, മറ്റേതിലെന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ എടുത്ത കേസിലാണെങ്കിൽ V2 V1 സെയിം ആണെങ്കിൽ അത് അനിലാണോ സംസാരിച്ചത്? വേറെ ആരെങ്കിലും ആയിരിക്കും. V2 V1 സെയിം ആണെങ്കിൽ എന്തായിപ്പോ? 0 ആയിപ്പോ. അപ്പൊ ഈ ഇക്വേഷനും കൂടെ എഴുതി വെച്ചോ. ഇത് ഐസോബാറിക്, പ്രഷറിന്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് വേറെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടെ കൊടുക്കാം. PV എന്ന് പറഞ്ഞാൽ എന്താ? RT. അപ്പൊ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഡെൽറ്റ W ഈക്വൽ ടു RT2 മൈനസ് RT1 ഇങ്ങനെ കൂടെ എഴുതാം. ഇനി അടുത്ത എഴുതിക്കോ, സൈക്ലിക് പ്രോസസ്. സൈക്ലിക് പ്രോസസ് കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാത്രം പറയാനുള്ളത്. അത് കഴിഞ്ഞ് എനിക്ക് അടുത്ത ക്ലാസ്സിൽ ഇപ്പൊ ഹീറ്റ് എഞ്ചിൻ തുടങ്ങാലോ എന്ന് വിചാരിച്ച. അപ്പൊ ഹീറ്റ് എഞ്ചിനും റെഫ്രിജറേറ്ററും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അടുത്ത ക്ലാസ്സിലൂടെ ചാപ്റ്റർ തീരും. ഹീറ്റ് എഞ്ചിനും ഉണ്ട്, റെഫ്രിജറേറ്റർ ഉണ്ട്. അത് രണ്ടും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ തീരും. അപ്പൊ ഈ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞതിന് മുമ്പത്തെ ഉള്ള ക്ലാസ് നന്നായിട്ട് നോക്കിക്കോളൂ. അതിൽ അത്യാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലാത്തവര്. ബാക്കിയുള്ളവർ കുഴപ്പമില്ല. ഓക്കെ, സൈക്ലിക് പ്രോസസ് എഴുതിക്കോ. ഇറ്റ് ഈസ് എ തെർമോഡൈനാമിക് പ്രോസസ്. സൈക്ലിക് പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുക? സൈക്ലിക് പ്രോസസ് കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ റിട്ടേൺ ടു ദ ഇനീഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ, ഇപ്പൊ എഴുതിക്കോ, അത് തന്നെ എഴുതിയാൽ മതി. ഇറ്റ് ഈസ് എ എന്താ നമ്മൾ എഴുതി വെച്ചത്? എന്താ? ഇറ്റ് ഈസ് എ തെർമോഡൈനാമിക് പ്രോസസ്. It is a thermodynamic process in which the system return to the initial stage. After undergo series of changes. The system return to the initial stage. It is a thermodynamic process in which the system return to the initial stage after undergo series of changes. സൈക്ലിക് പ്രോസസ്സിൽ നടക്കുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ എനർജിയുടെ വാല്യൂ 0 ആയിരിക്കും. കാരണം സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ തിരിച്ച് എന്ത് ചെയ്യും? അത് പ്രോസസ് ആയിട്ട് തിരിച്ചെത്തും. അതുകൊണ്ട് ഇന്റേണൽ എനർജിയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ ഡെൽറ്റ Q ഈക്വൽ ടു ഡെൽറ്റ W. നേരത്തെ നമ്മൾ ഇതിന് തിരിച്ചൊരെണ്ണം പഠിച്ചായിരുന്നു. അത് ഏതിലായിരുന്നു? ഇതിന്റെ ഓപ്പോസിറ്റ് ഒരെണ്ണം പഠിച്ചില്ലേ? ക്ലോറിക് അല്ല, കോറിക്. ഐസോകോറിക്. ഡെൽറ്റ Q ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W. ശ്രദ്ധിച്ചേ, ഡെൽറ്റ ഡബ്ല്യൂയുടെ വാല്യൂ 0 ആണെങ്കിൽ ആ പ്രോസസ് എന്തായിരിക്കും? ഡെൽറ്റ Q ഈക്വൽ ടു ഡെൽറ്റ U. ഈ പ്രോസസ് എന്തായിരിക്കും? ഇതെന്താ? ഈ പ്രോസസ് എന്താ? 1 മാർക്ക് ആയിട്ടൊക്കെ ചോദിക്കോട്ടെ, പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യണം. ഇത് ഏത് പ്രോസസ്സാ? ഐസോകോറിക്. ഇനി ഡെൽറ്റ Q ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W. ഡെൽറ്റ U ഈക്വൽ ടു 0, അതായത് റിട്ടേൺ ടു ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വന്നു. അതുകൊണ്ട് ഇന്റേണൽ എനർജിയുടെ വാല്യൂ അവിടെ 0 ആണ്. അപ്പോ ഡെൽറ്റ Q ഈക്വൽ ടു എന്ത് കിട്ടി? ഡെൽറ്റ W. ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും?
സൈക്ലിക് പ്രോസസ്. അത് തമ്മിലൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അതായത് വർക്ക് ഡൺ 0 ആണെങ്കിൽ ഐസോകോറിക്, ഇന്റേണൽ എനർജി 0 ആണെങ്കിൽ സൈക്ലിക് പ്രോസസ്. സൈക്ലിക് പ്രോസസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഐസോതെർമലിൽ നിന്ന് സിസ്റ്റം അഡയബാറ്റിക്കിലേക്ക് വന്നു, അഡയബാറ്റിക് ടു പിന്നെ ഐസോതെർമൽ, ദെൻ അഡയബാറ്റിക്, അവിടെ നിന്ന് ഐസോതെർമൽ, അങ്ങനെ സൈക്ലിക് ആയിട്ട് പ്രോസസ്സ് പോകും. അതായത് ഐസോതെർമലിൽ നിന്ന് പിന്നെ അഡയബാറ്റിക് ആവും, അവിടെ നിന്ന് പിന്നെ ഐസോതെർമൽ ആവും, പിന്നെ അഡയബാറ്റിക് ആവും. അങ്ങനെ സിസ്റ്റം തിരിച്ച് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ എത്തുക. ജസ്റ്റ് ഒന്ന് ഇതൊക്കെ വേർഡ്സ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. വാട്ട് ഈസ് സൈക്ലിക് പ്രോസസ് എന്ന് ചോദിച്ചാൽ എഴുതാൻ വേണ്ടി, അല്ലാതെ പ്രോബ്ലം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. ആ വേർഡ് മാത്രം അറിഞ്ഞാൽ മതി. ഇക്വേഷനും അങ്ങനെ വരത്തില്ല. 1 മാർക്കിനായിരിക്കും ഇത് കൂടുതലും ചോദിക്കുക. കണ്ടീഷൻ തന്നിട്ട് ഏത് പ്രോസസ്സാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരത്തില്ല. ഇത് നമ്മളിങ്ങനെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണുമ്പോൾ ഇത് സൈക്ലിക് പ്രോസസ് ആണ് എന്ന് ചിന്ത പോകത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ടൊന്ന് വേണമെങ്കിൽ ഫിഗർ വെച്ച് മനസ്സിലാക്കി വെച്ചോ. എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ തിരിച്ചെത്തും. ഇനി ഒരെണ്ണം കൂടി പറയാനുണ്ട്, ക്വാസി സ്റ്റാറ്റിക്. അതുകൂടെ ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചോ, സ്റ്റേറ്റ്മെന്റ് മാത്രം. അപ്പൊ എനിക്ക് ഹീറ്റ് എഞ്ചിൻ തുടങ്ങാം അടുത്ത ക്ലാസ്സിൽ. സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതിയാൽ മതി. ക്വാസി സ്റ്റാറ്റിക് ഇങ്ങനെ തന്നെ ചോദിക്കത്തുള്ളൂ. പറഞ്ഞോട്ടെ? ഇല്ല, വേഗം എഴുതിക്കോ. ക്വാസി സ്റ്റാറ്റിക്. എടാ അടുത്ത ക്ലാസ്സിലപ്പോ എനിക്ക് ഹീറ്റ് എഞ്ചിൻ എടുക്കാം. ഹീറ്റ് എഞ്ചിനും റെഫ്രിജറേറ്ററും എടുത്താൽ ചാപ്റ്റർ തീരും. വേഗം എഴുതിക്കോ. ആക്കാം. എഴുതിക്കോ. It is a process in which അയ്യോ എന്തൊരു ശ്രദ്ധയാണ്. It is a process in which a thermodynamic system proceed extremely slow such that at every instant of time the temperature and pressure are same in all part of the system. Temperature and pressure are same in all part of the system. അതായത് സിസ്റ്റം എക്സ്ട്രീംലി സ്ലോ ആയിട്ട് പോകുവാണെങ്കിൽ ടെമ്പറേച്ചറും പ്രഷറും എന്തായിരിക്കും? സെയിം ആയിട്ട് വരും. ഇതിന് ഇക്വേഷൻ ഒന്നുമില്ല, സ്റ്റേറ്റ്മെന്റ് മാത്രം ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി.